നമസ്കാരം. മൈനാകപർവ്വതത്തെക്കുറിച്ചാണ് പറയുന്നത്. സീതാന്വേഷണത്തിനായി ഹനുമാൻ കടൽ ചാടിക്കടന്നപ്പോൾ ഹനുമാനെ സഹായിക്കുന്നതിനായി കടലിൽ നിന്നും ഉയർന്നു വന്ന പർവ്വതമാണ് മൈനാകം. പുരാതന കാലത്ത് പർവ്വതങ്ങൾക്ക് ചിറകുകളുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അവ ശക്തിയേറിയതും അതിവേഗത്തിൽ ആകാശത്ത് പറന്ന് സഞ്ചരിക്കുന്നതിന് പർവ്വതങ്ങളെ സഹായിക്കുന്നതുമായിരുന്നു. ചിലപ്പോൾ പർവ്വതങ്ങൾ അപ്രതീക്ഷിതമായി താഴേക്ക് പതിച്ച് ഭൂമിയെ കുലുക്കുമായിരുന്നു. ഇതുമൂലം ഭൂമിയിലെ ജീവജാലങ്ങൾ ഭയന്നുപോയിരുന്നു. ഇവ നിയന്ത്രണവിധേയമല്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ഭൂമിയെയും അതിലെ ജീവജാലങ്ങളെയും അപകടത്തിലാക്കുമെന്ന് മനസ്സിലാക്കിയ ദേവതകളും സപ്തർഷികളും ഇന്ദ്രനെ സമീപിച്ചു. ഇന്ദ്രൻ തൻ്റെ വജ്രായുധത്താൽ പർവ്വതങ്ങളുടെ ചിറകുകൾ അരിഞ്ഞു കളയുവാൻ തീരുമാനിച്ചു. പർവ്വതങ്ങളുടെ ചിറകുകൾ ഓരോന്നായി വിച്ഛേദിച്ചു. തന്മൂലം പർവ്വതങ്ങൾ നിലത്ത് പതിക്കുകയും ഓരോരോ ഭാഗങ്ങളിൽ അകപ്പെട്ട് നിശ്ചലമായി നിൽക്കുകയും ചെയ്തു. ഇതോടെ ഭൂമിയിൽ പർവ്വതങ്ങൾ രൂപം കൊണ്ടു. ഇതറിഞ്ഞ ഹിമവാന്റെ പുത്രനായ മൈനാകപർവ്വതം തൻ്റെ സുഹൃത്തായ വായുഭഗവാനോട് തൻ്റെ വിഷമം പറഞ്ഞു. വായുഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് സമുദ്രദേവനായ വരുണൻ മൈനാകത്തെ കടലിൽ ഒളിപ്പിച്ചു. പിന്നീട് മൈനാകം കടലിൽ തന്നെ മറഞ്ഞിരുന്നു. ത്രേതായുഗത്തിൽ ശ്രീരാമൻ അവതരിച്ചപ്പോൾ സീതയെ അന്വേഷിച്ച് ഹനുമാൻ ലങ്കയിലേക്ക് പറക്കുമ്പോൾ വരുണ ഭഗവാൻ മൈനാകപർവ്വതത്തെ വിളിച്ചു പറഞ്ഞു, നിന്നെ രക്ഷിച്ച വായുഭഗവാന്റെ പുത്രൻ ഹനുമാൻ ഒരു ദൗത്യവുമായി ഇതിലെ വരുന്നു. അവൻ ക്ഷീണിതനായിരിക്കും. അവന് വിശ്രമിക്കാൻ സ്ഥലം കൊടുക്കുക. പ്രത്യുപകാരം ചെയ്യാനുള്ള അവസരം ലഭിച്ചതോടെ മൈനാകപർവ്വതം കടലിൽ നിന്നുയർന്നു വന്ന് ഹനുമാനെ ക്ഷണിച്ചെങ്കിലും തൻ്റെ പ്രഭു ശ്രീരാമചന്ദ്രൻ തന്നെ പ്രതീക്ഷിച്ചാണിരിക്കുന്നത്, തനിക്ക് അല്പം പോലും വിശ്രമിക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് വിനയത്തോടുകൂടി ക്ഷണം നിരസിച്ച് നന്ദി പറഞ്ഞ് ഹനുമാൻ സീതയെ അന്വേഷിച്ച് അതിവേഗം ലങ്കയിലേക്ക് പുറപ്പെട്ടു. ഇതാണ് രാമായണത്തിൽ മൈനാകപർവ്വതത്തെ കുറിക്കുന്ന ഭാഗം. നന്ദി.